നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് ഇൻഷിക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. പാലക്കാട് ഡിവിഷൻ വിഭജനം വലിയ വിഷയമല്ല, കേരളത്തെ അപമാനിച്ച് രാജീവ് ചന്ദ്രശേഖർ. നിതിൻ രാജിന്റെ മരണം, ഡിവൈഎസ്പി സുധീർ കല്ലന് സസ്പെൻഷൻ. സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം, 3 പേർക്ക് പുതുജീവൻ നൽകി ആദിൽ. കുടുംബശ്രീ പ്രവർത്തനം പഠിക്കാൻ ബ്രസീൽ സംഘമെത്തി, സ്ത്രീ ശാക്തീകരണത്തിന് മാതൃകയാക്കും. ചലച്ചിത്ര പുസ്തകോത്സവത്തിന് തുടക്കമായി. പിലാത്തറയിൽ ലോറികൾ കൂട്ടിയിടിച്ച് തീപിടിച്ചു, 2 മരണം. പാലക്കാട് ഡിവിഷൻ വിഭജനം DRU പ്രക്ഷോഭത്തിലേക്ക്, ചോദ്യശരികളുമായി ബേടപ്പുലരി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. നിതിൻ രാജിന്റെ മരണം, ഡിവൈഎസ്പി സുധീർ കല്ലൻ സസ്പെൻഷൻ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കിയ കേസിലെ മുഖ്യപ്രതി ഡോക്ടർ MK റാമിന് രക്ഷപ്പെടാൻ സാഹചര്യമൊരുക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി സുധീർ കല്ലനെ സസ്പെൻഡ് ചെയ്തു. കോടതിയിൽ നിന്ന് ആഭ്യന്തര വകുപ്പിനും സർക്കാരിനും നിരന്തരം രൂക്ഷ വിമർശനം ഏറ്റതിന് പിന്നാലെയാണ് നടപടി. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി സുധീർ കല്ലൻ സർവീസിൽ തുടരുന്നത് ആഭ്യന്തര വകുപ്പിന്റെ സമ്പൂർണ്ണ പരാജയമാണെന്ന് കോടതി വിമർശിച്ചിരുന്നു. ഡിവൈഎസ്പി ഗുരുതര വീഴ്ച വരുത്തിയെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടും എന്തുകൊണ്ട് സംരക്ഷിക്കുന്നെന്നും ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിച്ച നടപടി അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 10-നാണ് നിതിൻ രാജ് മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ചത്. 1-ാം പ്രതി ഡോക്ടർ റാം അന്നു മുതൽ ഒളിവിലായിരുന്നു. തെലങ്കാന സ്വദേശിയായ ഇയാൾക്ക് അവിടെ കോൺഗ്രസ് ബന്ധം ഉള്ളതിനാൽ അറസ്റ്റും നീണ്ടു. ഏറെ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തെങ്കിലും അന്നു തന്നെ ജാമ്യം കിട്ടുന്ന അവസ്ഥയും പോലീസ് സൃഷ്ടിച്ചു. ഇതിനെതിരെയും കോടതി രൂക്ഷ വിമർശനം നടത്തിയതിനാൽ അന്വേഷണ ചുമതലയുള്ള SP മാത്രം മാറ്റി സർക്കാർ നിസ്സംഗത തുടരുകയാണ്. സഞ്ചി നിറയില്ല, പച്ചക്കറിക്ക് തീവില്ല, വിപണി നിയന്ത്രണം പൊളിഞ്ഞു. ഓണക്കാലത്ത് സാധാരണക്കാരൻ്റെ കൈപൊള്ളിച്ച് പച്ചക്കറി വില. സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരുടെ സഞ്ചി നിറയാതെ കീശ കാലിയാവുകയാണ്. ബീൻസ്, പച്ചമാങ്ങ, രസക്കദളി, ചെറുനാരങ്ങ, ഇഞ്ചി എന്നിവയ്ക്ക് വൻ വർധനയാണ്. 90 രൂപയായിരുന്ന ബീൻസിന് ഇപ്പോൾ 145 വില. 60 രൂപയുണ്ടായിരുന്ന പച്ചമാങ്ങയ്ക്ക് 170 രൂപയും 80 രൂപ ഉണ്ടായിരുന്ന ഇഞ്ചിക്ക് 210 രൂപയാണ് വില. രസകദളി വില 60 രൂപയിൽ നിന്ന് 120 രൂപയായും ചെറുനാരങ്ങ വില 70 രൂപയിൽ നിന്ന് 210 രൂപയായും കുതിച്ചുയർന്നു. വിപണി കൈയടക്കി വിലക്കയറ്റം കുതിക്കുമ്പോഴും ഇടപെടാതെ സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. ഓണത്തിന് 1 മാസം മുമ്പ് തുടങ്ങിയ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ UDF സർക്കാർ സമ്പൂർണ്ണ പരാജയമായി. ഓണ മടുക്കുമ്പോൾ പച്ചക്കറികൾക്ക് വില വർദ്ധിക്കാറുണ്ടെങ്കിലും ഇക്കൊല്ലം ദിവസങ്ങൾക്കിടെയാണ് വില കുത്തനെ ഉയർന്നത്. മുൻകാലങ്ങളിൽ സർക്കാർ വിൽപ്പനശാലകളിലൂടെ സബ്സിഡി നിരക്കിൽ അവശ്യ സാധനങ്ങൾ എത്തിച്ചാണ് വിലക്കയറ്റം നിയന്ത്രിച്ചിരുന്നത്. വിലക്കയറ്റം രൂക്ഷമായിട്ടും സർക്കാർ വിപണിയിൽ ഇടപെടാത്തതിൽ പ്രതിഷേധം വ്യാപകമാണ്. പാലക്കാട് ഡിവിഷൻ വിഭജനം വലിയ വിഷയമല്ല, കേരളത്തെ അപമാനിച്ച് രാജീവ് ചന്ദ്രശേഖർ. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ കേന്ദ്ര സർക്കാരിനെ ന്യായീകരിക്കാൻ കേരളത്തെ അപമാനിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനം വലിയ വിഷയമല്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രതികരണം. റെയിൽവേ നാഷണൽ ഓർഗനൈസേഷനാണ്, അവരാരും അഡ്മിനിസ്ട്രേറ്റീവ് റീഓർഗനൈസേഷൻ നടത്തുകയാണ്. ഇതിന്റെ ഭാഗമായി മംഗളൂരിൽ മൈസൂരുവിന്റെ ഭാഗമാക്കുന്നു. മംഗളൂർ ഇപ്പോൾ 3 ഡിവിഷന്റെ ഭാഗമാണ്. പാലക്കാട് ഡിവിഷൻ വിഭജനം റെയിൽവേയുടെ ഭരണപരമായ കാര്യമാണ്. അതിൽ എന്താണ് പ്രശ്നം? കേരളത്തിന് ഒരു നഷ്ടവും ഉണ്ടാകില്ല. കേന്ദ്ര തീരുമാനത്തെ കാണിച്ച് ജനങ്ങളെ പൊട്ടന്മാരാക്കാനുള്ള ശ്രമമാണ്. ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഒരു വിവാദം സൃഷ്ടിക്കുകയാണെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. റെക്കോർഡ് വരുമാനം രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിച്ചുരുക്കുന്നത്. ഈ സാമ്പത്തിക വർഷം ജൂലൈ വരെ യാത്രാ ഇനത്തിൽ മാത്രം നേടിയത് 400 കോടിയിലധികം രൂപയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 13% വർധനവാണ് ഉണ്ടായത്. 4 മാസത്തിനിടെ 3 കോടി യാത്രക്കാരാണ് പാലക്കാട് ഡിവിഷൻ വഴി യാത്ര ചെയ്തത്. മുൻ വർഷത്തിൽ നിന്നും 3.5% കൂടുതൽ വളർച്ച. രാജ്യത്തെ 69 റെയിൽവേ ഡിവിഷനുകളുടെ സമഗ്ര പ്രകടനം വിലയിരുത്തുന്ന ഓൾ ഇന്ത്യ കീം പെർഫോമൻസ് ഇൻഡിക്കേറ്ററിൽ 2-ാം സ്ഥാനമാണ് പാലക്കാടിന്. ഏപ്രിൽ ജൂലൈ കാലയളവിൽ 2.5 മില്യൺ ടൺ ചരക്കാണ് കൈകാര്യം ചെയ്തത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 7.25 മില്യൺ ടൺ ചരക്ക് കൈകാര്യം ചെയ്തു. ഇതിൽ 70% മംഗളൂരു കേന്ദ്രമാണ്.
12 വർഷത്തിലെ ഏറ്റവും മികച്ച വരുമാനമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നേടിയത്. മംഗളൂരു ഭാഗം നഷ്ടപ്പെട്ടതിലൂടെ ഡിവിഷന്റെ മൊത്തം വരുമാനത്തിൽ വലിയ ഇടിവുണ്ടാകും. പാസഞ്ചറുകൾക്കും സ്പെഷ്യൽ ട്രെയിനുകൾക്കും പുറമെ 83 ട്രെയിനാണ് മംഗളൂരു സ്റ്റേഷനിൽ നിന്നുള്ളത്. ഇത് മൈസൂർ ഡിവിഷനിലേക്ക് മാറും. പരസ്യം, പാർക്കിംഗ് കരാർ, കാറ്ററിംഗ് സ്റ്റാൾ, റെയിൽവേ, ഭൂമി വാണിജ്യ ആവശ്യത്തിന് നൽകുന്നതിന്റെ ഫീസ് തുടങ്ങിയ അനുബന്ധ വരുമാനവും മൈസൂരു ഡിവിഷനിലേക്ക് പോകും. ഇതോടെ പാലക്കാട് സാമ്പത്തിക ലാഭമില്ലാത്ത ചെറിയ ഡിവിഷനാകും. ഇതെല്ലാമാണ് BJP സംസ്ഥാനം അധ്യക്ഷന് വലിയ കാര്യമല്ലെന്ന് തോന്നുന്നത്. ചലച്ചിത്ര പുസ്തകോത്സവത്തിന് തുടക്കമായി. കണ്ണൂർ APJ അബ്ദുൽ കലാം ലൈബ്രറി ഓണാഘോഷത്തിൻ്റെ ഭാഗമായുള്ള ചലച്ചിത്ര പുസ്തകോത്സവത്തിന് തുടക്കമായി. ചലച്ചിത്ര അക്കാദമി കണ്ണൂർ മേഖലാ കേന്ദ്രത്തിൻ്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവം പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. രാജീവൻ കാട്ടാമ്പള്ളി അധ്യക്ഷനായി. EK സിറാജ്, K ജയരാജൻ, ആശാരദ കുട്ടിക്കൃഷ്ണൻ, E രഞ്ജിത്ത്, KV തമ്പാൻ, C ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. PK ബൈജു സ്വാഗതവും C വിജിന നന്ദിയും പറഞ്ഞു. 31 വരെ പുസ്തകോത്സവം നടക്കും. കാൽടെക്സ് വലിയവളപ്പ് കാവ് റോഡിലെ APJ ലൈബ്രറി ഹാളിലാണ് പുസ്തകോത്സവം. ചലച്ചിത്ര മേഖലയിൽ ചലച്ചിത്ര അക്കാദമി പ്രസിദ്ധീകരിച്ച നിരവധി പുസ്തകങ്ങൾ ലഭ്യമാണ്. പാട്ടിൻ്റെ പാലരുവി, മൗനപ്രാർത്ഥന പോലെ, സിനിമയുടെ വേനലും മഴയും, TA റസാഖ്, നവോദയ അപ്പച്ചൻ, കുഞ്ചാക്കോ അടൂരിൻ്റെ ചലച്ചിത്ര യാത്രകൾ, KP കുമാരൻ, പ്രദേശം, ആധുനികത സിനിമ, മധു വെള്ളിത്തിരയുടെ മാധവ പൂർണ്ണവി, തിലകൻ, KR മോഹനൻ, പഠനം, ഓർമ്മ, സംഭാഷണം, ശശികുമാർ, ജീവിതം സിനിമയും, TV ചന്ദ്രൻ, സിനിമാ ജീവിതം, ദർശനം, V ദക്ഷിണമൂർത്തി, KP തോമസ്, MK കമലം, പ്രണയവാഹിനി, ലോഹിതദാസ്, അടൂർ ഭവാനി, MG രാധാകൃഷ്ണൻ, രാജൻ P ദേവ്, നവോദയ അപ്പച്ചൻ, ശോഭന പരമേശ്വരൻ നായർ, PC ഹാരിസ് എന്നിവരെക്കുറിച്ചുള്ള പഠനങ്ങൾ, കലാഭവൻ മണി, S കൊന്നനാട്ട്, വേണു നാഗവള്ളി, വിശ്വസംഗീതം, MS VA വിൻസെൻ്റ്, വിദ്യാർത്ഥിയുടെ വഴി, MT സുകുമാരൻ, കഥയും സിനിമയും തുടങ്ങിയ പുസ്തകങ്ങൾ ലഭ്യമാണ്. സിനിമാ പ്രേമികൾക്കും ചലച്ചിത്ര പഠനം നടത്തുന്നവർക്കും അത്യാവശ്യമായ പുസ്തകങ്ങളാണ് മേളയിൽ ലഭ്യമാകുക. കൂടാതെ മറ്റ് പ്രസാധകരുടെ പുസ്തകങ്ങളും ലഭ്യമാണ്. ഓണാഘോഷത്തിൻ്റെ ഭാഗമായുള്ള പൂക്കള മത്സരം ബുധനാഴ്ച നടക്കും. വലിയവളപ്പുകാവ്, താവക്കര, കാൽടെക്സ്, ലക്കി ബസാർ മേഖലയിലെ വീടുകളിലാണ് മത്സരം. ഫോൺ 95 98 95 96 31 72 94 97 56 25 22. ഓണം വാരാഘോഷത്തിന് വർണ്ണാഭമായ തുടക്കം. സംസ്ഥാന ടൂറിസം വകുപ്പും കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് ഒരുക്കിയ ജില്ലാതല ഓണം വാരാഘോഷത്തിന് വർണ്ണാഭമായ തുടക്കം. കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിൽ നടന്ന ചടങ്ങ് വൈദ്യുതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ TO മോഹനൻ MLA അധ്യക്ഷനായി. മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര, KV സുമേഷ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ലിഷ ദേവക്, റിജുൽ മാർക്കറ്റ്, അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, വെള്ളോറ രാജൻ, ജോൺസൺ P തോമസ്, സാദിഖ് KS, പ്രസ് ക്ലബ് പ്രസിഡന്റ് C സുൽകുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ജില്ലാ കളക്ടർ P വിഷ്ണുരാജ് സ്വാഗതവും ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ DV പ്രഭാത് നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന പരിപാടിക്ക് മുന്നോടിയായി തിരുവാതിരക്കളി മത്സരം, കേരള മഹിളാ സഖ്യമയുടെ ആഭിമുഖ്യത്തിലുള്ള ഗോത്ര കലാകാരന്മാരുടെ വിവിധ പരിപാടികൾ എന്നിവ അരങ്ങേറി. തുടർന്ന് ആട്ടം കലാസമിതിയും തെക്കൻകാട് ബാൻഡ് ചേർന്നൊരുക്കിയ മ്യൂസിക്കൽ ഫ്യൂഷൻ ആസ്വാദനത്തിൻ്റെ പുതിയ അനുഭവങ്ങൾ പകർന്നു നൽകി. നാളെ വൈകിട്ട് 5 മണി മുതൽ ട്രാക്സ് എടക്കാട് അവതരിപ്പിക്കുന്ന ഗാനമേള, T ഗിരീഷൻ അവതരിപ്പിക്കുന്ന ഓടക്കുഴൽ, 6:30 ശാസ്ത്രീയ നൃത്തം, പാർവതി നായർ, 7:15 കണ്ണൂർ ഷെരീഫ് നയിക്കുന്ന ഗാനമേള എന്നിവ അരങ്ങേറും. പാലക്കാട് ഡിവിഷൻ വിഭജനം DRU പ്രക്ഷോഭത്തിലേക്ക്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വീണ്ടും വിഭജിച്ച് ജീവനക്കാരുടെയും ഡിവിഷന്റെയും നിലനിൽപ്പ് ഇല്ലാതാക്കുന്ന തീരുമാനങ്ങൾക്കെതിരെ യോജിച്ച പ്രക്ഷോഭത്തിന് തയ്യാറാകണമെന്ന് DRU ഡിവിഷണൽ കമ്മിറ്റി അഭ്യർത്ഥിച്ചു. പ്രത്യേക രാഷ്ട്രീയ താൽപര്യപത്രം കണക്കിലെടുത്താണ് പാലക്കാട് ഡിവിഷൻ ബെഞ്ച് റെയിൽവേ മന്ത്രാലയത്തിന്റെ ലൈഫ് പ്ലാൻ ഓഫ് ദ നേഷൻ കാഴ്ചപ്പാട് അട്ടിമറിക്കുന്നതാണെന്ന് പുതിയ തീരുമാനം. സേലം ഡിവിഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ജീവനക്കാർ നേരിട്ട കഷ്ടതകൾ മുന്നിലുണ്ട്. പാലക്കാട് ഡിവിഷന്റെ ചരക്കു ഗതാഗതത്തിന്റെ 70% നേട്ടമുണ്ടാക്കുന്ന മംഗളൂരു മേഖല മുറിച്ചു മാറ്റുന്നത് ഡിവിഷന്റെ നിലനിൽപ്പിനെയും 1000-ഓളം ജീവനക്കാരെയും ബാധിക്കും. തസ്തിക കുറയുന്നതോടെ സ്ഥാനക്കയറ്റം ഉൾപ്പെടെയുള്ള അവകാശങ്ങളും ഇല്ലാതാകും. ബംഗളൂരു മേഖലയിലെ മുഴുവൻ തൊഴിലാളികളുടെയും താല്പര്യം സംരക്ഷിക്കാൻ DRU മുൻകൈയെടുക്കും. ബംഗളൂരു മേഖലയിൽ ജോലി ചെയ്യുന്നതും പാലക്കാട് ഡിവിഷനിൽ ലീൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരുമായ ലീൻ ഉടൻ രജിസ്റ്റർ ചെയ്യുക. ഇവരെ സമയബന്ധിതമായി ട്രാൻസ്ഫർ ചെയ്യുക.
സ്ഥലമാറ്റ ഉത്തരവുകൾ ലഭിച്ചവരെ അടിയന്തരമായി റിലീവ് ചെയ്യുക, പാലക്കാട് ഡിവിഷനിലേക്ക് ട്രാൻസ്ഫർ, ലീൻ രജിസ്ട്രേഷൻ ഉള്ള ജീവനക്കാരെ മംഗളൂരിൽ നിന്നും പുതുതായി ചേർക്കപ്പെടുന്ന മൈസൂരിന് കീഴിലുള്ള മറ്റ് സ്റ്റേഷനുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാതിരിക്കുക, വരുമാന നഷ്ടത്തിൽ പ്രതിസന്ധിയിലാകുന്ന പാലക്കാട് ഡിവിഷന് പ്രത്യേക പാക്കേജ് അനുവദിക്കാൻ റെയിൽവേ മന്ത്രാലയം തയ്യാറാകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭം. പ്രക്ഷോഭത്തിൽ അണിചേരണമെന്ന് മുഴുവൻ ജീവനക്കാരോടും ഡിവിഷൻ സെക്രട്ടറി വി സുജിത് അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം, 3 പേർക്ക് പൊതുജീവൻ നൽകി ആദിൽ. വാഹന അപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച 16-കാരൻ്റെ അവയവങ്ങൾ ദാനം ചെയ്തു. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി ആദിലിൻ്റെ കരൾ ഉൾപ്പെടെയുള്ള 3 അവയവങ്ങളാണ് 3 വ്യക്തികൾക്ക് ദാനം നൽകിയത്. കോഴിക്കോട് അംസർ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലേക്ക് ഞായറാഴ്ച രാത്രി ആദിലിന് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച രാത്രിയാണ് ആദിൽ വാഹന അപകടത്തിൽപ്പെട്ടത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മിംസിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്നാണ് കടുത്ത വേദനയിലും ആദിലിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം തീരുമാനിച്ചത്. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ഓർഗനൈസേഷൻ മുഖേനയാണ് അവയവങ്ങൾ വിധിച്ച് നൽകുന്നതിനുള്ള പ്രക്രിയകൾ ഏകോപിപ്പിച്ചത്. കരൾ കോഴിക്കോട് മിംസിലെ രോഗിക്കും, ഒരു വൃക്ക കോഴിക്കോട് BMHലെ രോഗിക്കും, രണ്ടാമത്തെ വൃക്ക കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗിക്കുമാണ് മാറ്റിവെച്ചത്. ആംസ്റ്റർ മിംസിലെയും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെയും വിദഗ്ധ സർജന്മാർ ഉൾപ്പെടുന്ന സംഘം സംയുക്തമായാണ് സങ്കീർണ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. കുടുംബശ്രീ പ്രവർത്തനം പതിക്കാൻ ബ്രസീൽ സംഘം എത്തി. സ്ത്രീ ശാക്തീകരണത്തിന് മാതൃകയാക്കും. ബ്രസീലിൽ നിന്നുള്ള സംഘം കണ്ണപുരത്തെ കുടുംബശ്രീ സംരംഭം സന്ദർശിച്ചു. ബ്രസീലിലെ സ്ത്രീ ശാക്തീകരണത്തിനും സംസ്ഥാനത്തെ കുടുംബശ്രീ മാതൃക ആക്കുന്നതിനു വേണ്ടിയാണ് കുടുംബശ്രീ പ്രസ്ഥാനം സ്ത്രീ ശാക്തീകരണത്തിൽ വഹിക്കുന്ന പങ്ക് നേരിട്ട് മനസ്സിലാക്കാനായി ബ്രസീലിലെ പുരോഗമന സാമൂഹ്യ പ്രസ്ഥാനങ്ങളിൽ ഒന്നായ മെമി മെൻഡോ ദോസ് ത്രബല്യ തൊറോസ് റോയിസ് സം MSPയുടെ അന്താരാഷ്ട്ര നിയന്ത്രണ വിഭാഗം മേധാവി ജൂഡിറ്റ് ഡോക്ടർ സാൻഡോസ്, പൊതുപ്രവർത്തകർ മറീന ഒളിവേര എന്നിവർ കണ്ണൂർ കണ്ണപുരം പഞ്ചായത്തിലെ കുടുംബശ്രീ മൈക്രോ സംരംഭങ്ങൾ സന്ദർശിച്ചത്. അങ്കണവാടി കുട്ടികൾക്ക് നൽകുന്ന പോഷകാഹാരം, അമൃതം പൊടി, ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റ്, ഫ്ലോർ മില്ല്, ഹരിത കർമ്മ സംരംഭങ്ങളായ ഡിഷ് വാഷ് യൂണിറ്റ്, പാഴ്വസ്തുക്കളിൽ നിന്ന് പൂച്ചട്ടി നിർമ്മാണം യൂണിറ്റ്, ക്ലീനിംഗ് സർവീസ് യൂണിറ്റ് തുടങ്ങിയ സന്ദർശിച്ച് അവയുടെ പ്രവർത്തനങ്ങൾ കണ്ടറിഞ്ഞു. കണ്ണപുരം മാറ്റാങ്കലിലെ മയൂരം അയൽക്കൂട്ടം നടത്തുന്ന ചെണ്ടുമല്ലി കൃഷിത്തോട്ടവും സംഘം സന്ദർശിച്ചു. അയൽക്കൂട്ടങ്ങളുടെ വായ്പാ രീതികളും പദ്ധതികളുമടക്കം മനസ്സിലാക്കിയാണ് സംഘം മടങ്ങിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് പ്രേമ സുരേന്ദ്രൻ തുടങ്ങിയവർ ചേർന്ന് പ്രതിനിധികളെ സ്വീകരിച്ചു. ലോറികൾ കൂട്ടിയിടിച്ചു, തീപിടിച്ചു, 2 മരണം. കണ്ണൂർ പിലാത്തറയിൽ ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ തീപിടുത്തത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം. ലോറിയുടെ തകരാർ പരിഹരിക്കാനെത്തിയ ഭാരത് ബെൻസ് ഷോറൂമിലെ ജീവനക്കാരായ 2 പേരാണ് മരിച്ചത്. കാനങ്ങാട് മാവുങ്കൽ സ്വദേശി ബി നസർ ആൻഡോ 24, പാലക്കാട് സ്വദേശി മുഹമ്മദ് ഷെബിൻ 22 എന്നിവരാണ് മരിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ ഇടയിൽ കുടുങ്ങിയ ഷെബിൻ പൊള്ളലേറ്റാണ് മരണപ്പെട്ടത്. പിലാത്തറ മണ്ടൂർ KSRTC റോഡിൽ മണ്ടൂർ വലിയ ജുമായത്ത് പള്ളിക്ക് മുൻവശം നിർത്തിയിട്ടിരുന്ന ലോറിയിൽ മിക്സർ ഹെവി ലോറി ഇടിച്ചാണ് വൻ തീപിടുത്തമുണ്ടായത്. പഴയങ്ങാടി ഭാഗത്തു നിന്നും കട്ടൻസ് കയറ്റി വന്ന 60-165 നമ്പർ ലോറി ക്ലച്ച് തകരാറിലായതിനെ തുടർന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ റോഡരികിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. വാഹനത്തിന്റെ തകരാർ പരിഹരിക്കുന്നതിനായി കാനങ്ങാട് ഭാരത് ബെൻസിലെ ജീവനക്കാർ എത്തി. ലോറിയുടെ ക്യാബിന് അടിയിൽ പണി ചെയ്യുന്നതിനിടയിലാണ് പുലർച്ചെ 3:25 ദുരന്തമുണ്ടായത്. പിലാത്തറ ഭാഗത്തു നിന്നും അതിവേഗത്തിലെത്തിയ മിക്സർ ലോറി നിർത്തിയിട്ട ലോറിയിലേക്ക് അശ്രദ്ധമായി ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ശക്തമായ ആഘാതത്തിൽ 2 ലോറികളും ക്യാബിനുകളിൽ പെട്ടെന്ന് തീ പടർന്നു പിടിച്ചു. ഭാരത് ബെൻസ് ജീവനക്കാർ വന്ന വാഹനത്തിലും കേടുപാടുകൾ സംഭവിച്ചു. വലിയ ശബ്ദം കേട്ട് പള്ളിയുടെ മുൻവശത്ത് താമസിക്കുന്ന പ്രദേശവാസിയായ ആമിനിയാണ് ആദ്യം സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തിയത്. തുടർന്ന് നാട്ടുകാരെയും വിവരമറിയിക്കുകയായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം റോഡിൽ തീ ആളിക്കത്തി. തുടർന്ന് പരിയാരം പോലീസും ഫയർഫോഴ്സും KCB ജീവനക്കാരും നാട്ടുകാരും ഒരുമിച്ച് നടത്തിയ തീവ്ര ശ്രമത്തിനൊടുവിലാണ് മണിക്കൂറുകൾക്ക് ശേഷം തീ നിയന്ത്രണ വിധേയമാക്കിയത്. മൃതദേഹങ്ങൾ നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപകടത്തിൽ മണ്ടൂർ വലിയ ജുമാഅത്ത് പള്ളിയുടെ മതിലിനും കേടുപാടുകൾ പറ്റി. അപകടത്തിൽ തകരാറിലായ ലോറിയുടെ ഓണർ ചീമേനി സ്വദേശി
സുബൈറിന്റെ കാർ ലോറിയുടെ തൊട്ടുപിറകിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ കാറും അപകടത്തിൽ തകർന്നിട്ടുണ്ട്. അത്ഭുതകരമായാണ് സുബൈറും ലോറി ഡ്രൈവറും രക്ഷപ്പെട്ടത്. അപകടത്തിനിടയാക്കിയ ലോറിയുടെ ഡ്രൈവർ ഇടുക്കി സ്വദേശി വിമലിനെ 26 ചെറിയ പരിക്കുകളോടെ പരിയാരത്ത് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പരിശോധന തുടരുന്നു. അനധികൃതമായി ചെങ്കല്ല് കടത്തിയ 6 വാഹനങ്ങൾക്ക് പിഴ. ഓണക്കാലത്തെ വിലക്കയറ്റവും പൂഴ്ത്തിവയ്പും തടയുന്നതിനും ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും അനധികൃത പ്രവർത്തനങ്ങൾ തടയുന്നതിനുമായി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ ജില്ലയിൽ ഇന്നലെയും തുടർന്നു. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലും അരീക്കോട് വളപട്ടണം പഞ്ചായത്ത് പരിധികളിലുമുള്ള പലചരക്ക്, പച്ചക്കറി, ഫ്രൂട്ട്സ്, ഹോട്ടൽ, ബേക്കറി, ചിക്കൻ സ്റ്റാൾ എന്നിവിടങ്ങളിൽ കണ്ണൂർ ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ ജില്ലാതല സംയുക്ത സംഘം പരിശോധന നടത്തി. കണ്ണൂർ താലൂക്ക് തഹസിൽദാർ, താലൂക്ക് സപ്ലൈ ഓഫീസർ, ഭക്ഷ്യ സുരക്ഷാ ഓഫീസർ, റേഷനിംഗ് ഇൻസ്പെക്ടർമാർ, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർമാർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. വിവിധ താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ താലൂക്കുകളിലെ 36 സ്ഥാപനങ്ങളിൽ നടന്ന പരിശോധനകളിൽ 7 സ്ഥാപനങ്ങളിൽ ക്രമക്കേട് കണ്ടെത്തി. അവർക്കെതിരെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നെടുമ്പുഴയിൽ പേരാവൂർ മേഖലയിൽ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിൽ അനധികൃതമായി ചെങ്കല്ല് കടത്തതിൽ ഏർപ്പെട്ട് 6 വാഹനങ്ങളിൽ നിന്നും 1.5 ലക്ഷം രൂപ പിഴ ഈടാക്കി. ലീഗൽ മെട്രോളജി വകുപ്പ് ഇന്നലെ 58 സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തു. തദ്ദേശ ആരോഗ്യ വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡുകൾ ഇന്നലെ 539 സ്ഥാപനങ്ങളിൽ ശുചിത്വ പരിശോധന നടത്തി. നിയമലംഘനങ്ങൾ കണ്ടെത്തിയ 20 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. കണ്ണൂരിന്റെ പുതിയ പ്രിയദർശിനി ബസ്. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ താഴെ ചൊവ്വ ചക്കരക്കൽ റൂട്ടിൽ പുതുതായി അനുവദിച്ച KSRTC പ്രിയദർശിനി ബസിന്റെ ആദ്യ യാത്ര TO മോഹനൻ MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. കണ്ണൂരുകാർക്ക് സർക്കാരിന്റെ ഓണ സമ്മാനമാണ് പുതിയ ബസ് സർവീസ് എന്ന് MLA പറഞ്ഞു. താഴെ ചൊവ്വ, എളയാവൂർ അമ്പലം, പള്ളിപ്പുറം, മുണ്ടേരിമൊട്ട, ചക്കരക്കൽ വഴിയാണ് ബസ് സർവീസ് നടത്തുക. ഈ റൂട്ടിൽ ബസ് സർവീസിൽ വേണമെന്ന നാട്ടുകാരുടെ നീണ്ടകാലത്തെ ആവശ്യമാണ് ഇപ്പോൾ സഫലമായതെന്നും അദ്ദേഹം പറഞ്ഞു. ബസിന്റെ ഇലക്ട്രോണിക്സ് ടിക്കറ്റ് മെഷീനും MLA കൈമാറി. കണ്ണൂർ കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീജ മഠത്തിൽ, നഗര ആസൂത്രണ സമിതി ഉപാധ്യക്ഷ ഷമീമ ടീച്ചർ, കൗൺസിലർ N വിജിന, മുൻ മേയർ മുസ്ലിം മഠത്തിൽ സുരേഷ് ബാബു എളയാവൂർ, NP മുഹമ്മദ് അലി, KSRTC ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ N രാജേഷ്, കണ്ടക്ടർ ഷാജി കൊല്ലത്ത്, ഡ്രൈവർ NK ബ്രജ് കുമാർ എന്നിവർ പങ്കെടുത്തു. ക്ഷയരോഗമുക്ത പഞ്ചായത്ത് നേട്ടം കൈവരിച്ചത് ജില്ലയിലെ 9 പഞ്ചായത്തുകൾ. ദേശീയ ക്ഷയരോഗ നിർവാരണ പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ ക്ഷയരോഗമുക്ത പദവി കൈവരിച്ച പഞ്ചായത്തുകളുടെ പ്രഖ്യാപനം, അവയ്ക്കുള്ള പുരസ്കാര വിതരണവും വൈദ്യുതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു. മികച്ച നേട്ടം കൈവരിച്ച പഞ്ചായത്തുകളെയും പദ്ധതി വിജയിപ്പിക്കുന്നതിനായി പ്രയത്നിച്ച ആരോഗ്യ സ്ഥാപനങ്ങളെയും മന്ത്രി അനുമോദിച്ചു. ജില്ലയിലെ മറ്റു പഞ്ചായത്തുകൾക്ക് ലക്ഷ്യം കൈവരിക്കാൻ ഈ നേട്ടം പ്രചോദനമാവുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. TB മുക്ത പഞ്ചായത്ത് പ്രഖ്യാപനത്തിന് മികച്ച പിന്തുണ നൽകിയ ആരോഗ്യ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരം K സുധാകരൻ MP വിതരണം ചെയ്തു. TB മുക്ത പദവി റിപ്പോർട്ട് ജില്ലാ കളക്ടർ P വിഷ്ണുരാജ് അവതരിപ്പിച്ചു. കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R വിവേക് കുമാർ, ദേശീയാരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ C അബൂബക്കർ, ജില്ലാ TB ഓഫീസർ ഡോക്ടർ രശ്മി മാത്യു, ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ്തി DC, ജില്ലാ സർവേലൻസ് ഓഫീസറും ഡെപ്യൂട്ടി DMOയുമായ ഡോക്ടർ KC സച്ചിൻ, ആർദ്ര മിഷൻ നോഡൽ ഓഫീസറും ഡെപ്യൂട്ടി DMOയുമായ ഡോക്ടർ ബിജോയ് CP, ടെക്നിക്കൽ അസിസ്റ്റന്റ് MP മുരളി, ജില്ലാ ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ D സുധീഷ് എന്നിവർ സംസാരിച്ചു. 2024-25 വർഷങ്ങളിൽ തുടർച്ചയായി TB മുക്ത പദവി നിലനിർത്തിയ വളപട്ടണം, പാപ്പിനിശ്ശേരി, രാമന്തളി, എരുവേശി എന്നീ പഞ്ചായത്തുകൾ സിൽവർ മെഡലിനും 2025 നേട്ടം കൈവരിച്ച മലപ്പട്ടം, മാട്ടൂൽ, കുഞ്ഞിമംഗലം, ചെറുകുന്ന്, ഉദയഗിരി പഞ്ചായത്തുകൾ സിൽവർ മെഡലിനും അർഹരായി. ചോദ്യശരങ്ങളുമായി വേടപ്പുലി. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുടെ നെഞ്ചിലേറ്റി നീറ്റലായി തീർന്ന നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയും തുടർന്നുള്ള സമര പ്രതിരോധങ്ങളും കോർത്തിണക്കിയ ആൽബം ഒരുങ്ങുന്നു. ആടിവേടൻ തെയ്യം കെട്ടി ആടുന്ന അനുജനും നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന ചേച്ചിയുമാണ് കഥാപാത്രങ്ങൾ. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയതിൽ മനം നൊന്ത് ആത്മഹത്യക്ക് മുതിരുന്ന കുട്ടിയുടെ കുടുംബത്തിലെ സംഭവ വികാസങ്ങൾ ദൃശ്യാവിഷ്കരിക്കുന്നതിലൂടെ വേടപ്പുലരി എന്ന സംഗീതാൽബം സാമൂഹ്യ പ്രതിബദ്ധതയുണർത്തുന്ന കലാവിഷ്കാരമായി തീർന്നു. കുട്ടിത്തെയ്യം കെട്ടി വൈറലായ നിരഞ്ജനും സോഷ്യൽ മീഡിയ താരം ആവണി ആവുസും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു.
പ്രകാശൻ ചെങ്ങൽ, ബീനാച്ചി തുടങ്ങിയ സിനിമാ നാടക രംഗത്തുള്ളവർ അണിനിരക്കുന്നു. പ്രമോദ് കാപ്പാടാണ് ഗാനരചനയും സംവിധാനവും. ഡോക്ടർ കാനങ്ങാട് രാമചന്ദ്രൻ സംഗീത സംവിധാനത്തിൽ രാഖി രാമചന്ദ്രൻ ഗാനങ്ങൾ ആലപിച്ചു. ആർട്ട് ഹരിദാസ് ബക്കളവും കാമറ സുധീഷ് കോമത്തുമാണ്. സ്റ്റിൽസൽ അനിൽ പേരാമ്പ്ര, മേക്കപ്പ് ഒ മോഹനൻ, ക്രിയേറ്റീവ് സ്പോട്ട് സപ്പോർട്ട് പ്രകാശ് വാടിക്കൽ തുടങ്ങിയവരാണ് മറ്റണിയർ പ്രവർത്തകർ. നിർമ്മാണം ബീനാച്ചിയുമാണ്. ആൽക്ക പ്രൊഡക്ഷൻ ബാനറിൽ നിർമ്മിച്ച ആൽബം ഓണനാളിൽ റിലീസ് ചെയ്യും. പൊന്നാമലയുടെ ചെണ്ടുമല്ലിക്കും നൂറുമേനി. കുട്ടി കർഷക വൈകരി സാവൻ്റെ പൊന്നാമ്പല കൃഷിത്തോട്ടത്തിൽ വിളഞ്ഞ ചെണ്ടുമല്ലിക്ക് മധുരമേറെ. കേരളം ഉറപ്പടിയിലെ വീട്ടിലെ ടെറസിലാണ് ചെണ്ടുമല്ലിക നട്ടുവളർത്തിയത്. തളിപ്പറമ്പ് മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ആറാന്തരം വിദ്യാർത്ഥിനിയും നാടൻപാട്ട് കലാകാരിയുമായ പൊന്നാമ്പലയുടെ കൃഷിത്തോട്ടം നേരത്തെ തന്നെ ശ്രദ്ധേയമായതാണ്. ചെണ്ടു മല്ലികത്തോട്ടത്തിലെ ആദ്യ വിളവെടുപ്പ് ടി.കെ. ഗോവിന്ദൻ MLA നിർവഹിച്ചു. KP രമണി, PV ജയൻ, ഡിയങ്ങ, കെ. ശാരദ എന്നിവർ സംബന്ധിച്ചു. ചെണ്ടുമല്ലി കൃഷിക്ക് പുറമെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളോ പൊന്നാമ്പല ടെറസിൽ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി വകുപ്പിൻ്റെ കുട്ടി കർഷകർക്കുള്ള അവാർഡും കലാരംഗത്തെ മികവിൻ്റെ നിരവധി പുരസ്കാരങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട്. പാഠ്യേതര രംഗങ്ങളിലെ മികവുകൾ മുൻനിർത്തി ആശംസാപത്രവും MLA സമ്മാനിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.